ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ അടിപൊളി ഒരു ഫുഡിൻ്റെ സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മക്കളെ, ഒരു രക്ഷയില്ല. അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ്. അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു 2 കിലോമീറ്റർ അകലെ ആനാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഫുഡിയുടെ റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. മക്കളെ, 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്ലേസാണ്. അതിൻ്റെ നടുവിലായിട്ട് റെസ്റ്റോറൻറ്റ്. നമുക്കതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു 200 മീറ്റർ കാൽനടയായിട്ട് പോകണം. ചെറിയ വണ്ടികൾക്ക് പോകാൻ പറ്റും, ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സൗകര്യമുണ്ട്, കാറാണെങ്കിൽ പറ്റില്ല. നമ്മളവിടെ ഇറങ്ങിയിട്ട് അതിലൂടെ നടന്നു പോകണം, എന്നാലേ അതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് നമുക്ക് ചില്ല് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഗൈസ്. എന്താ ഭംഗിയെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ടെൻഷനും മൂടൊക്കെയാണ് അവിടെ പോയി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമ്മളെ ടെൻഷനൊക്കെ ഏത് വഴിയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അത്രക്കും അടിപൊളി. ഞങ്ങളവിടെ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ എത്തി. ചെറിയ വെയിലൊക്കെ ഉള്ളായിരുന്നു. ഒരു മേഘാവൃതമായിട്ടുള്ള ഒരിത്, ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് വലിയ ചൂട് ഫീല് തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. നോക്കി എന്താ ഭംഗിയെന്ന്. അവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവിടെ ചെറിയ കോട്ടേജുകൾ ഈ വെള്ളത്തിൻ്റെ നടുവിൽ തന്നെ, പിന്നെ അതിൻ്റെ വർക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ അതിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊരു ദിവസം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാം. കായലിൻ്റെ നടുവിൽ ഒരു ഹട്ടായിട്ടാണ് ഇങ്ങനെ ഉള്ളത്. അടിപൊളിയാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല, അവരെ പെർമിഷൻ വേണമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ വന്നു. എന്തൊക്കെയാ അവിടെ നമുക്ക് മീനും അവർ ഫിഷൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കി തരും. പിന്നെ കരിമീനുണ്ട്, കൊഞ്ചുണ്ട്, എല്ലാ സാധനവും ഉണ്ട് അവിടെ. ഇല്ലാത്ത സാധനങ്ങളില്ല. അടിപൊളി ഫിഷുകൾ. അതുകൊണ്ട് മക്കളെ, ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വായിൽ നിന്ന് പോകില്ല, അത്രയും ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ചെമ്മീനൊക്കെ നല്ല ഇങ്ങനെ ഗ്രേവിയൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ നല്ല അടിപൊളി ചട്ടിച്ചോറും പിന്നെ ഇലയിലൂണും ഉണ്ട്. രണ്ടുമാണ് അവിടുത്തെ മസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫുഡ്. ചട്ടിച്ചോറിൽ ഒരു രക്ഷയില്ല. ഓരോ കറികൾക്കും സ്വാദിഷ്ടമായ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഇതിലെങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചുള്ളിലേക്ക് പോകുമ്പോഴാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. വെള്ളത്തിന് നടുവിൽ ചെറിയ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് റെസ്റ്റോറൻ്റ് വരുന്നത്. പിന്നെ അതിനിടയിൽ ആൾക്കാർ ഇപ്പം പകൽ ടൈം ആയതുകൊണ്ടാണ് ബോട്ടിംഗ് ഇല്ലാത്ത. ഒരു 3 മണി ടൈം ആകുമ്പോഴത്തേക്ക് ബോട്ടിംഗ് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞ. കയാക്കിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ചെറിയ ദ്വീപ് പോലെ മാറിയിട്ട് ഉണ്ട്, അവിടത്തേക്കാണ് ഈ ബോട്ടിങ്ങും കയാക്കിംഗ് ഒക്കെ ഉള്ള. അവിടെയും നല്ല അതിമനോഹരമായ സ്പോട്ടാണ്. അവിടെയൊക്കെ ആൾക്കാർ പോയി സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ നല്ലപോലെ നമുക്ക് ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. പിന്നെ അവർ ചെറിയൊരു വിൻറ്റേജ് മോഡൽ ഒരു കാറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലൊക്കെ ഇരുന്ന് റീൽസ് എടുക്കാം, ഫോട്ടോഷൂട്ട് ചെയ്യാം, അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ചട്ടിച്ചോറും ഇലയിലൂണും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കും ആഗ്രഹമില്ല? നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, മിസ്സാക്കില്ല ഗൈസ്. ഞാൻ പറയുന്നത് കൊടുങ്ങല്ലൂരിനടുത്ത് ഇവിടെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. കണ്ട 4 വശവും വെള്ളമാണ്. അങ്ങനെ പ്ലേറ്റൊക്കെ വന്ന്, പക്ഷെ ഞങ്ങൾ ചട്ടിച്ചോറാണെങ്കിലും ചട്ടിയിൽ കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പ്ലേറ്റും അവരോട് പറഞ്ഞതാണ്. കറികളൊക്കെ എടുത്തു വെച്ച് നിങ്ങളെ കാണിച്ച് പരിചയപ്പെടുത്തരേണ്ടത്. കണ്ട ഗൈസ്, നല്ല അടിപൊളി ചിക്കൻ വരട്ടിയത് ഉണ്ടോ, പിന്നെ കൊഞ്ച്, കക്ക, അവിയൽ, മീൻ പീര, പിന്നെ ബീഫ് ഉലർത്തിയത്, പിന്നെ നല്ല ചെമ്മീൻ. അതാണ് ചെമ്മീൻ്റെ ഒരു ഗ്രേവിയുടെ ഒരു സാധനം മക്കളെ, ഒരു രക്ഷത. ഈ സാധനം ഞാൻ ഈ എടുക്കുന്നത് അടിപൊളി ടേസ്റ്റ്. അത് മാത്രം ചോറോട്ട് ഇങ്ങനെ കുഴച്ച് ചൂട് ചോറിലേക്ക് ഇട്ട് കുഴച്ച് അടിപൊളിയാണ്. അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആ കായൽ മനോഹാരിതയൊക്കെ നല്ലോണം ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി. നിങ്ങൾ എന്തായാലും പോകണം, കൊടുങ്ങല്ലൂരിനടുത്ത് ആനാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.